സ്റ്റെപ്സ് ടു ഗ്ലോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് കടന്ന് മുറ്റത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. വീട് ഇതാ ഇപ്പം കാണാം. ഈ വീട്ടിൽ ഒരു കാലത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ചിരിയും കളിയും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നൊരു വീടാണിത്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിൽ ഒരംഗം മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോനായ വിജയേട്ടൻ. പക്ഷേ വിജയേട്ടൻ കുറച്ച് സമയം മാത്രമേ ഈ വീട്ടിൽ ചിലവഴിക്കുന്നുള്ളൂ. ബാക്കി സമയമൊക്കെ ജോലിക്ക് പോവും. പിന്നെ ബാക്കി കുടുംബാംഗങ്ങൾ വേറെ വീടുകൾ വെച്ചിട്ട് അടുത്തൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് വിജയേട്ടൻ ഒന്ന് വന്ന് ഇവിടെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് സമയമേ ഈ വീട്ടിൽ ചിലവഴിക്കുന്നുള്ളൂ. പണ്ട് ഈ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ എന്തൊരു രസമായിരുന്നു. ഓണവും വിഷുവും തിരുവാതിരയും ഒക്കെ എത്ര ഗംഭീരമായിട്ടാണ് അന്ന് ആഘോഷിച്ചിരുന്നത്. ഈ വീടിൻ്റെ മുൻവശത്ത് നീളത്തിൽ കന്നുകാലിത്തൊഴുത്ത് കാണാം. ആ കന്നുകാലിത്തൊഴുത്ത് പണ്ട് എന്ത് രസമായിരുന്നു. ഇഷ്ടം പോലെ പശുക്കൾ, പലതരം പശുക്കൾ, പുള്ളിപ്പശു, കറമ്പിപ്പശു, ഇളമ്പിപ്പശു, അങ്ങനെ പലതരം പശുക്കളും പോത്തും എരുമയും കാളയും എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു തൊഴുത്തായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു അന്നൊക്കെ കാണാൻ. പിന്നെ ഈ പശുക്കളുടെ ഇടയിൽ സിന്ധി പശു, നാടൻ പശു എന്നുള്ള ഒരു വേർതിരിവുണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ആടുകളും കോഴികളും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതാ ഒരു അടുക്കള കിണർ ഇപ്പം നമുക്ക് കാണാം. അടുക്കളയിൽ നിന്നിട്ട് വെള്ളം കോരിയെടുക്കാൻ പറ്റണതുകൊണ്ടാണ് അടുക്കള കിണർ എന്നുള്ള പേര് വന്നത്. മുറ്റത്ത് തന്നെയാണ് കിണറെങ്കിലും അടുക്കളയിൽ നിന്നിട്ട് കിണറ്റിലെ വെള്ളം കോരിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ പറമ്പിൽ വിശാലമായൊരു കുളം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ആ കുളത്തിലെ വെള്ളത്തിലാണ് കുളിച്ചിരുന്നത്. എന്നെയും എൻ്റെ അനിയത്തിനെയും ഇവിടുത്തെ കുളത്തിലെ വെള്ളത്തിൽ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾ എറണാകുളത്ത് നിന്നും 2-3 ദിവസം ലീവിലൊക്കെ വരുമ്പോൾ ഈ നീന്തൽ പഠിക്കൽ അത്ര സാധ്യമായിരുന്നില്ല. പഴയ കാലത്തുള്ള പല വീടുകളും ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ പുതിയ ടെറസ് വീടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു പതിവായിരുന്നല്ലോ. പലവരും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വീട് ഇപ്പോഴും ഇതേപോലെ ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇവിടുത്തെ ഉമ്മറത്തെ ചുവരിൽ എൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 6 മാസം പ്രായമുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ആ ഫോട്ടോ ചില്ലിട്ട് വെച്ചത് ഈയിടെ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതവിടെ ഉണ്ടോ ഇല്ലേ എന്ന് അകത്ത് കയറി ഒന്ന് നോക്കട്ടെ. ഇത്രയും സമയം ഇവിടെ നിന്നപ്പോഴേക്കും എൻ്റെ മനസ്സ് വല്ലാണ്ട് പിന്നിലേക്ക് പോവുകയാണ്. ഇവിടെയുള്ള ഓരോ അംഗത്തിനെയും ഞാനിപ്പോൾ മനസ്സ് കാണുകയാണ്. പലവരും ഇന്നില്ല, പലവരും പല പല സ്ഥലങ്ങളിലായി. എന്നാലും ആ ഓർമ്മകൾ മനസ്സിൽ അതേപോലെ തന്നെ നിൽക്കുകയാണ്. ജനിച്ച നാട്ടിൽ അധികം കാലം താമസിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എറണാകുളം നഗരത്തിൽ താമസിക്കുമ്പോഴും എൻ്റെ മനസ്സെപ്പോഴും എൻ്റെ ജന്മനാട്ടിൽ തന്നെയായിരുന്നു. എന്നോടൊപ്പം ഈ വീടും ഈ വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ നോക്കിക്കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പാലക്കാട്ടേക്കൊരു മടക്കയാത്ര എന്ന പേരിൽ ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു ഓർമ്മക്കുറിപ്പാണ്. പുസ്തക പ്രകാശനം കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആ പുസ്തകവും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.